വഞ്ചിയൂരിൽ അല്ലെങ്കിൽ തന്നെ ഈ സമയത്തൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഭയങ്കരമായ വിധത്തിലുള്ള ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഒരു അനുമതി പോലും ഇല്ലാതെ ഈ തരത്തിലുള്ള സമ്മേളന പന്തൽ ഒരുക്കിയത് CPM. വിശദീകരണം വരുന്നുണ്ടോ? വലിയ ഗതാഗത കുരുക്കാണ് ഇന്ന് വഞ്ചിയൂരിലാകെ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ അനുമതി വാങ്ങിക്കൊണ്ടാണ് ഈ പന്തൽ കെട്ടിയത് കോടതിക്ക് മുൻപിൽ എന്നുള്ള മറുപടിയായിരുന്നു CPM പ്രതിനിധികളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായത്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ പിന്നീട് പോലീസ് ഒരു തരത്തിലുള്ള അനുമതിയും വാങ്ങിയിട്ടില്ല, അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് പറയുകയും ചെയ്തു. എന്തായാലും പോലീസിന്റെ കൺമുൻപിൽ തന്നെയാണ് ഇതൊക്കെ നടന്നതെന്നുള്ളത് മറ്റൊരു കാര്യം. പോലീസ് എന്തുകൊണ്ട് ആ തരത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പന്തൽ ഒരുക്കുകയും ചെയ്തത്. ഇന്നുണ്ടായിട്ടുള്ള ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോകാനാകാതെ തീർത്തും ബ്ലോക്കിൽപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു വഞ്ചിയൂരിൽ ഇന്നുണ്ടായത്. CPMന്റെ പാളയം ഏരിയ സമ്മേളനത്തിനായി ഒരുക്കിയിട്ടുള്ള സമ്മേളന പന്തലിനെ ചൊല്ലി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്റ്റേജിന്റെ നിർമ്മാണമാണ് ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ചത്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഇവിടെ ഈ ഒരു സമ്മേളനം തുടങ്ങുമെന്ന് പറഞ്ഞത്. എന്തായാലും ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ LKG സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രതികളുടെ മാർച്ചും ആരംഭിച്ചിട്ടുണ്ട്. ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിലെ കൂടിയാണ് വഞ്ചൂർ ആശുപത്രിയിലേക്ക് വരുന്നതും അതുപോലെ ഇവിടെയുള്ള സ്കൂളും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽപ്പെട്ടവർ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഒരു പ്രധാന പാതയാണ്. ഏത് സമയത്തും ഒരു എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി അടച്ചുകൊണ്ട് CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്.